Good morning. Good morning. Good morning, ma'am. Start ചെയ്യാം. So, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് the symbol DS means symmetric key encryption system. Okay, so we know that the plain text is 8-bit plain text and we get the 8-bit ciphertext and the key size is 10-bit, right? Then ഓരോ ഫംഗ്ഷനും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. Then key generation ഡിസ്കസ് ചെയ്തു and നെക്സ്റ്റ് ഓരോ എൻക്രിപ്ഷനിലെയും ഓരോ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ നമുക്ക് എന്താണ്? അവർ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് 8-bit. ഓക്കെ, സോ ഈ 8-bit പ്ലെയിൻ ടെക്സ്റ്റിനെ അതിൻ്റെ ബിറ്റിന്ന് റീ അറേഞ്ച് ചെയ്യും. സോ വി ഗെറ്റ് ദി ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് റീ അറേഞ്ച് ചെയ്യുന്നത്? ഈ ഒരു പൊസിഷനിലായിരിക്കും റീ അറേഞ്ച് ചെയ്യുന്നത്. 2 6 3 1 4 8 5 7. Okay. The next step എന്ന് പറയുന്നത് ഫംഗ്ഷൻ FK. So this is a complex we get the 8-bit output. Okay, then ഈ 8-bit ഔട്ട്പുട്ടിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ലെഫ്റ്റ് ഹാഫ് ആൻഡ് റൈറ്റ് ഹാഫ്. ഒരു ഹാഫിൽ എന്താവും? 4-bit ഡാറ്റ ഉണ്ടാവും. 4-bit. Then ഈ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അവർ ലെഫ്റ്റ് ഹാഫും കീയും ഒരു ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലെഫ്റ്റ് ഹാഫും കീ നമുക്കറിയാം സബ് കീ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. K1 K2 രണ്ട് സബ് കീ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ റൈറ്റ് ഹാഫും കീയും ഒരു ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്നു. അതാണ് FRSK. സോ കിട്ടിയ റിസൾട്ടും ലെഫ്റ്റ് ഹാഫും എക്സോർ ചെയ്യും. ഓക്കെ, ഇവിടെ റിസൾട്ട് കിട്ടും. സേ 6. അതും എന്താണ്? ലെഫ്റ്റ് ഹാഫിലെ 4-bit ആയിട്ട് എക്സോർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു റിസൾട്ട് കിട്ടും. ദെൻ ആ റിസൾട്ടും ദെൻ ഈ റൈറ്റ് ഹാഫ് ഇതായിരിക്കും ഈ FKLRന്റെ റിസൾട്ട്. നമുക്ക് നോക്കാം. So this is the diagram. First initial permutation, then after that കിട്ടിയ റിസൾട്ടിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. ഓക്കെ, ദെൻ ഈ റൈറ്റ് ഹാഫിനെ ഫസ്റ്റ് എന്താ വെച്ചാൽ ഒരു എക്സ്പാൻഷൻ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, എക്സ്പാൻഷൻ ഫംഗ്ഷനിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ദെൻ വി ഗെറ്റ് ദി 8-bit ഔട്ട്പുട്ട്. അപ്പോൾ 4-bitനെ ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ വി ഗെറ്റ് ദി 8-bit ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദെൻ ഈ 8-bit ഔട്ട്പുട്ടും ഫസ്റ്റ് സബ് കീ എക്സോർ ചെയ്യും. 8-bit സബ് കീ ആണ് എക്സോർ ചെയ്യും. എക്സോർ ചെയ്യുമ്പോൾ എന്താ? ഒരു റിസൾട്ട് കിട്ടും. 8-bit റിസൾട്ട് കിട്ടും. ഓക്കെ, ദെൻ ഈ 8-bitൽ 1 2 3 4 അഗെയിൻ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഒരു S ബോക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ അപ്ലൈ ചെയ്യാണ്. S0
സെക്കൻഡ് 4-bit പാർട്ട് എഗെയിൻ വേറൊരു എസ് ബോക്സ് S1ലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 2 ബിറ്റ് ആയിരിക്കും. 2 ബിറ്റ്, ഇതിന്റെ റിസൾട്ടും 2 ബിറ്റ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വേണ്ട എന്താണ്, പ്ലെയിൻ ടെക്സ്റ്റിനെ അല്ലെ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ലെഫ്റ്റ് ഹാഫ് ആൻഡ് റൈറ്റ് ഹാഫ്. ദെൻ റൈറ്റ് ഹാഫിനെ ഒരു എക്സ്പാൻഷൻ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്താൽ ഔട്ട് എന്ത് കിട്ടും, 8 ബിറ്റ് കിട്ടും. നെക്സ്റ്റ് ഈ 8 ബിറ്റ് ഔട്ട്പുട്ടും 8 ബിറ്റ് സബ് കീയും കൂടി എക്സോ ചെയ്യും. സോ എക്സോ ചെയ്താൽ വി ഗെറ്റ് ദി 8 ബിറ്റ് ഔട്ട്. ദെൻ അഗെയിൻ അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ഫസ്റ്റ് 4 ബിറ്റ് S0 എന്ന് പറയുന്ന സബ് എസ് ബോക്സിലേക്ക് അപ്ലൈ ചെയ്യും. അടുത്ത 4 ബിറ്റ് എന്തായിരിക്കും, S1 എന്ന് പറയുന്ന എസ് ബോക്സിലേക്ക് അപ്ലൈ ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 2 ബിറ്റ് ആയിരിക്കും. ഇതിന്റെ ഔട്ട്പുട്ടും 2 ബിറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു പെർമ്യൂട്ടേഷൻ 4 എന്ന് പറയുന്ന പ്രോസസ്സിൽ അപ്ലൈ ചെയ്യും. Then we get the 4-bit out. Okay, ഇത്രയും പാർട്ടാണ് ഫംഗ്ഷൻ ഓഫ് R, KS. ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ, ഫംഗ്ഷൻ ഓഫ് L, R ഈക്വൽ ടു എന്തായിരുന്നു, L XOR function of R, K as R. ഓക്കെ, ഇത്രയും കിട്ടിയാൽ നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടി, ഇവിടെ കിട്ടി. അതിനുശേഷം എന്താണ്, ഈ ലെഫ്റ്റ് ഹാഫിനെയും കിട്ടിയ ഔട്ടിന് എന്ത് ചെയ്യും, എക്സോർ ചെയ്യും. എക്സോർ ചെയ്യുമ്പോൾ വി ഗെറ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടും. അവിടെ നമുക്ക് L എന്ന് പറയാം. ഇവിടെ L കിട്ടും. ദെൻ ഈ ഒരു R അത് ഇവിടെ എന്ത് ചെയ്യും, ഞാൻ റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ചെയ്താൽ എന്റെ ഔട്ട് എന്താണ്, L-ഉം R-ഉം. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാല് അടുത്ത ഫംഗ്ഷൻ ആണ് സ്വിച്ച് ഫംഗ്ഷൻ. സ്വിച്ച് ഫംഗ്ഷന്റെ കേസിൽ എന്താ, ഈ L-ഉം R-നും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും, R, ഇവിടെ കിട്ടും L കിട്ടും. ദെൻ അഗെയിൻ നിങ്ങൾക്കറിയാം 2 ഫംഗ്ഷൻ ഉണ്ട്. അടുത്ത ഫംഗ്ഷൻ എന്താ, സെയിം ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ബട്ട് ഇവിടെ കീ എന്തായിരിക്കും, K2 ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? Is it clear? ഓക്കെ, ഞാൻ തിയറി പാർട്ട് പറയാം. ഫസ്റ്റ് നമ്മുടെ ഇൻപുട്ടിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് അല്ലെ. ഇനി റൈറ്റ് ഹാഫിന് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പാൻഷൻ ഓർ പെർമ്യൂട്ടേഷൻ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യും. ദെൻ വി ഗെറ്റ് ദി 8 ബിറ്റ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദെൻ ഈ 8 ബിറ്റ് ഔട്ട്പുട്ടിനെ 8 ബിറ്റ് സബ് ക്യൂ ആയിട്ട് എക്സോ ചെയ്യും. സോ വി വിൽ ഗെറ്റ് ദി ന്യൂ 8 ബിറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ അഗൈൻ എന്ത് ചെയ്യും, ഈ 8 ബിറ്റ് ഔട്ട്പുട്ടിലെ ഫസ്റ്റ് 4 ബിറ്റ് ആർ ഫെഡഡ് ഇൻ ടു ദി എസ് ബോക്സ് S0. Then we get the out 2 bit out, and remaining 4 bit are fed into the S1 to produce another 2 bit output. Okay, ഇതാണ് നിങ്ങളുടെ S0 S1. ഇത് S0 ബോക്സ്, here S1 ബോക്സ്. നിങ്ങൾക്കറിയാം 4 ബിറ്റ് ആണ് ഇതിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ് 4 ബിറ്റ്. ദെൻ ഈ 4 ബിറ്റിനാണ് 2 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന വെച്ചാൽ ഈ ഫസ്റ്റ് ബിറ്റും ലാസ്റ്റ് ബിറ്റും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബോക്സിന്റെ റോ നമ്പർ ആയിരിക്കും. ഇൻഡിക്കേറ്റ് റോ നമ്പർ ഫസ്റ്റ് ആൻഡ്
last bit indicate row number, and second and third bit indicate column number. Okay, see that here first and 4 bit 1 1. 1 1 means 3. Okay, and the second and third bit 1 0. 1 0 means 2, right? So check the corresponding cell. Here 3. Okay, then the binary of 3 1 1. So the output of 1101 is fed into the S box. We will get the 1 1 2-bit output. Okay, the same. Check here. This is the first bit and this is the fourth bit. So 1 1. 1 1 means 3. Okay, so row number 3. And the second and third. Second and third 1 1. 3. Okay, so third row and third column we will get the number 3. Its binary is 1 1. So its output is 1 1. Is it clear? Clear ആണോ S box ന്റെ function? Okay. Now after S box operation കഴിഞ്ഞാൽ 4-bit data കിട്ടും. Then ഈ 4-bit data എന്താണ് permutation 4 ൽ അപ്ലൈ ചെയ്യും. സോ അതിന്റെ പൊസിഷൻ റീഅറേഞ്ച്മെന്റ് ഇങ്ങനെയാണ് 2 4 3 1. ഓക്കെ, സോ ഇത്രയും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട് കിട്ടും അല്ലെ? ഫംഗ്ഷൻ RSK ഇതിന്റെ ഔട്ട് കിട്ടും. ഇതാണ് ഇത്രയും സ്റ്റെപ്സ് ഞാനിവിടെ പറഞ്ഞത്. നെക്സ്റ്റ് എന്ത് വേണം? ഈ റിസൾട്ടും ലെഫ്റ്റ് ഹാഫും എക്സോ ചെയ്യും. ഓക്കെ, ദെൻ ലെഫ്റ്റ് കിട്ടും, R കിട്ടും. ഫംഗ്ഷൻ ഓഫ് LR. ഓക്കെ, LR കിട്ടി. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താ? സ്വിച്ച് ചെയ്യും. എല്ലും ആറും ഒന്ന് സ്വിച്ച് ചെയ്യും. ആൻഡ് ഫോർത്ത് എന്താ? സെയിം ഫംഗ്ഷൻ അല്ലെ? സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ബട്ട് ഹിയർ കീസ് K2. ഓക്കെ, ദെൻ ഫൈനലി ഇതിന്റെ ഔട്ട് എന്തായിരിക്കും? ലെഫ്റ്റും റൈറ്റും. ഓക്കെ, അതെന്ത് വേണം? ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിൽ അപ്ലൈ ചെയ്യുക. ദെൻ വി ഗെറ്റ് ദി 8-bit ciphertext. 8-bit ciphertext. ഇതാണ് ഫൈനൽ പെർമ്യൂട്ടേഷന്റെ ഓർഡർ. 4 1 3 5 7 2 8 6. ഓക്കെ, നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. SDS-ന് മെയിൻ ആയിട്ട് 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. ഓക്കെ, ദെൻ ഒരു ഫംഗ്ഷൻ FK. ആ ഫംഗ്ഷന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതും ഓർത്തിരിക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? സ്വിച്ച് ഫംഗ്ഷൻ. അഗെയിൻ FK, ദെൻ ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. സ്റ്റെപ്പ് ഓർത്തിരിക്കുക. ഇതാണ് കംപ്ലീറ്റ് ഡയഗ്രാം. കംപ്ലീറ്റ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രാം ആണിത്. ദെൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് അല്ലെ? പ്ലെയിൻ ടെക്സ്റ്റിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സോ ഈ റൈറ്റ് പാർട്ട് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ദി 8-bit ഔട്ട്.
അതെങ്ങനെയാന്ന് നോക്കാം. അവർ 4-bit ഡാറ്റ 4-bit ഡാറ്റ ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് ചെയ്യുക. പൊസിഷൻ 1 2 3 4. ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ എഴുതുക, സെക്കൻഡ് ഇവിടെ എഴുതുക, തേർഡ് ഇവിടെ എഴുതുക, ഫോർത്ത് ഇവിടെ എഴുതുക. ഇനി ഫസ്റ്റ് പൊസിഷനിലുള്ള നമ്പറിന് ഒന്ന് ഇവിടത്തേക്ക് എഴുതുക, സെക്കൻഡിന് ഇവിടെ റൈറ്റ് ചെയ്യുക, തേർഡിന് ഇവിടെ റൈറ്റ് ചെയ്യുക, ആൻഡ് ഫോർത്തിന് ഇവിടെ റൈറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇതിനെ റീഡ് ചെയ്യുക. എങ്ങനെ റീഡ് ചെയ്യുക? N4 N1 N2 N3 N2 N3 N4 N1. ഓക്കെ, സോ ഈ ഒരു ഫോമിലായിരിക്കും എന്ത് 4-bit ഡാറ്റേനെ 8-bit ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ആ 5 സ്റ്റെപ്സ് എന്താണെന്ന് ഓർത്തിരിക്കുക. ദെൻ ഈ കീ ജനറേഷനും ഓർത്തിരിക്കുക. ദെൻ ഈ ഒരു ഫിഗറും ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇനീഷ്യൽ പെർമ്യൂട്ടേഷന്റെ ആ ഒരു പൊസിഷൻ റീഅറേഞ്ച്മെന്റ് ആ ഒരു പാട്ട് ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഈ 3 ഫിഗർ നന്നായി ഓർത്തിരിക്കുക. ഇത് ഓക്കെ ആണോ? SPS അനഘ, അഖിൽ, അഞ്ജലി, അനുഗ്രഹ്, okay. The next topic, fetal structure. Fetal structure. സോ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ കുറെ അൽഗോരിതംസ് പഠിക്കും. ഓക്കെ, കുറെ ബ്ലോക്ക് സിഫേഴ്സ് അൽഗോരിതം പഠിക്കും. എന്താ ബ്ലോക്ക് സിഫർ എന്ന് പറയുന്നത്? പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓരോ ബ്ലോക്ക് ആയിരിക്കും എന്ത് അറ്റ് എ ടൈം പ്രോസസ് ചെയ്തിട്ട് സിഫർ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ എല്ലാ ബ്ലോക്ക് സിഫർ അൽഗോരിതവും ഈ ഫീസ്റ്റൽ സ്ട്രക്ചറിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ഫോളോസ് ദ ഫീസ്റ്റൽ സ്ട്രക്ചർ. നിങ്ങൾ ഇപ്പം പഠിച്ച SPS പോലും എന്താണ്? ഇതിനെയാണ് ഈ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് പറയാം. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അവർ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 halves, L and R. ഫിഗർ നോക്കാം. ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, സോ ദ പ്ലെയിൻ ടെക്സ്റ്റ് എന്താണ്? 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ദെൻ ഈ റൈറ്റ് പാർട്ടിനെ ഒരു ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യും. ദെൻ അതിന്റെ കൂടെ എന്തായിരിക്കും? ഒരു കീ കൂടി ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ അൽഗോരിതത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഏത് അൽഗോരിതം ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു അൽഗോരിതത്തിന് ഡിഫറെന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ SDSന്റെ ഫംഗ്ഷൻ സ്റ്റെപ്പ് പഠിച്ചല്ലോ. അപ്പോൾ ഓരോ അൽഗോരിതത്തിന് ഡിഫറെന്റ് ആയിരിക്കും ഈ ഫംഗ്ഷന്റെ സ്റ്റെപ്സ്. ദെൻ ഒരു ഔട്ട്പുട്ട് കിട്ടും, റൈറ്റ്? ആഫ്റ്റർ പ്രോസസിങ് ദിസ് ഫംഗ്ഷൻ വി ഗെറ്റ് ദി ഔട്ട്പുട്ട്. ദെൻ ആ ഔട്ട്പുട്ടും ഈ ലെഫ്റ്റ് ഹാഫും തമ്മിൽ എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും, സേ L. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യും? ഈ R പ്രോസസ് ചെയ്യാതെ ആറും ഈ L എന്താണ്? ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യും. നൗ ദിസ് ഇസ് L, ദിസ് ഇസ് ദി R. ഇതാണ് ഫീസ്റ്റൽ സ്ട്രക്ചറിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? പ്ലെയിൻ ടെക്സ്റ്റിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, L and R. Okay, then this right half is applied to the function f and ഒരു കീയും കൂടി അപ്ലൈ ചെയ്യും. Okay, then the result is XOR with the left half. We will get the an out L. The next, the L
ഈ ആറിന് എന്താണ് സ്വാപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും പാർട്ട് നമ്മൾ എന്ത് പറയും, ഒരു റൗണ്ട് എന്ന് പറയും. റൗണ്ട് 1. ഓക്കെ, ഒരു അൽഗോരിതം എന്തായിരിക്കും, ഡിഫറെന്റ് നമ്പർ ഓഫ് റൗണ്ട്സ് ഉണ്ടായിരിക്കും. ദെൻ റൗണ്ട് 2 ആണെങ്കിൽ എന്തായിരിക്കും, സെയിം ഓപ്പറേഷൻ എന്തായിരിക്കും, റിപ്പീറ്റ് ചെയ്യും. ബട്ട് ഓരോ റൗണ്ടിലും കീ ഡിഫറെന്റ് ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ STSന്റെ കേസിൽ കീ സൈസ് 10 ബിറ്റ് ആണ്. സോ നമ്മൾ ഓരോ റൗണ്ടിൽ എന്തായാലും അത് 8 ബിറ്റ് ആയിട്ട് സബ് കീ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് SK1 ഇത് അപ്ലൈ ചെയ്യുന്ന കീ K1 ആണ്, സെക്കൻഡ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന കീ K2 ആണ്. അതുപോലെ നമ്മുടെ മാസ്റ്റർ കീ, അൽഗോരിതത്തിലെ മാസ്റ്റർ കീ ഉണ്ടാവും, ആ കീന്ന് എന്തായിരിക്കും സബ് കീ ജനറേറ്റ് ചെയ്യും. ഓരോ റൗണ്ടിൽ എന്തായിരിക്കും ഓരോ സബ് കീ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഫീസ്റ്റൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് ആൻഡ് ഇത് nth റൗണ്ട്. ഓരോ അൽഗോരിതം നമ്പർ ഓഫ് റൗണ്ട്സ് ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ഓരോ റൗണ്ടിൽ ചെയ്യുന്ന ഓപ്പറേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, എവിടെ ഡിഫറൻസ്, റൗണ്ടും ഡിഫറൻസ് ആയിരിക്കും, ദെൻ നമ്പർ ഓഫ് സബ് കീ ഡിഫറൻസ് ആയിരിക്കും, ദെൻ ഈ ഒരു ഫംഗ്ഷനും ഡിഫറെന്റ് ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ അൽഗോരിതത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് ഓക്കെ ആണോ ഫീസ്റ്റൽ സ്ട്രക്ചർ? ബേസിക് കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി STS നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ ആണോ ഫീസ്റ്റൽ സ്ട്രക്ചർ? Next one, Feastel Cipher design principles or block cipher design principles. Okay, നിങ്ങൾ ഫീസ്റ്റൽ ഡിസൈൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ബ്ലോക്ക് സിഫർ ഡിസൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. മെയിൻ ആയിട്ട് ഇവിടെ കുറച്ച് ടേംസ് നിങ്ങൾ പഠിക്കും. ഫസ്റ്റ് വൺ, ബ്ലോക്ക് സൈസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്ക് ആയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ബ്ലോക്ക് സൈസ് ആണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ ബ്ലോക്ക് സൈസ് ഇംപ്രൂവ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ സെക്യൂരിറ്റി എന്തായിരിക്കും, ഇൻക്രീസ് ആവും. ബട്ട് ബ്ലോക്ക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡ്രോബാക്ക് എന്തായിരിക്കും, നിങ്ങൾ ആ ഒരു പ്രോസസ്സ്, സിഫർ പ്രോസസ്സ് എന്തായിരിക്കും, സ്ലോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കീ സൈസ്. നിങ്ങൾ കീ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സെക്യൂരിറ്റി ഓൾസോ ഇൻക്രീസ് ചെയ്യും. ബട്ട് അവിടെ ഒരു ഡ്രോബാക്ക് ഉണ്ട്, എന്താണ്, യുവർ സിഫർ സ്ലോ ആവും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് റൗണ്ട്സ്. നമ്പർ ഓഫ് റൗണ്ട്സ് മീൻസ് നിങ്ങൾക്കറിയാം ഓരോ അൽഗോരിതത്തിനും ഡിഫറെന്റ് നമ്പേഴ്സ് ഉണ്ടാവും, റൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, എത്ര റൗണ്ട്സ് ഇൻക്രീസ് ചെയ്യുന്നു അത്രയും എന്തായിരിക്കും, സെക്യൂരിറ്റി ഇംപ്രൂവ് ആവും. ബട്ട് അവിടെയും ഡ്രോബാക്ക് എന്തായിരിക്കും, നിങ്ങളുടെ സിസ്റ്റം അവിടെ സ്ലോ ആവും. അത്രയും ടൈംസ് ഇതൊക്കെ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അപ്പൊ എന്തായിരിക്കും, ഈ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ പ്രോസസ് എന്തായിരിക്കും, സ്ലോ ആവും. ആൻഡ് തേർഡ് വൺ, സബ് കീ ജനറേഷൻ. നിങ്ങൾക്കറിയാം മാസ്റ്റർ കീ ഉണ്ട്, മാസ്റ്റർ കീ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ് കീ ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ റൗണ്ടിൽ എന്തായിരിക്കും, ഓരോ സബ് കീ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഈ സബ് കീ ജനറേഷൻ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അൽഗോരിതം അത്രയും എന്തായിരിക്കും, സെക്യൂർ ആയിരിക്കും. ബട്ട് അവിടെ എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സബ് കീ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിഫർ എന്തായിരിക്കും, സ്ലോ ആവും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്
റൗണ്ട് ഫംഗ്ഷൻ. ഇവിടെ എന്തായിരിക്കും, നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് രീതിയിലായിരിക്കും നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, നമുക്ക് സെക്യൂരിറ്റി കൂട്ടാം. ബട്ട് ഇവിടെയുള്ള ഡ്രോബാക്ക് എന്താ, അവർ സിസ്റ്റം സ്ലോ ആവും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, the fast software encryption or decryption and ease of analysis. നമ്മൾ യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ സോഫ്റ്റ്വെയർ എന്തായിരിക്കണം, ഫാസ്റ്റ് ആയിരിക്കണം. നമുക്ക് ഈസി ആയിട്ട് എന്താണ് അതിനെ അനാലിസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ഇത്രയാണ് എന്ത് ഫീസ്റ്റൽ സിഫർ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഓർ ബ്ലോക്ക് സിഫർ ഡിസൈൻ പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണ്, ബ്ലോക്ക് സൈസ്, ദെൻ കീ സൈസ്, then number of rounds, subkey generation, round function, fast software encryption or decryption and ease of analysis. എക്സാമിന് ചോദിക്കാം എന്തൊക്കെയാണ് ബ്ലോക്ക് സിഫർ ഡിസൈൻ പ്രിൻസിപ്പിൾസ്. ഇത്രയും ടേംസ് നോക്കിയിട്ടാണ് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. Is it clear? നെക്സ്റ്റ് നിങ്ങളൊരു ടേം പഠിക്കും, കൺഫ്യൂഷൻ ആൻഡ് ഡിഫ്യൂഷൻ. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കൺഫ്യൂഷൻ ആൻഡ് വാട്ട് ഈസ് ഡിഫ്യൂഷൻ. കൺഫ്യൂഷൻ, ആ ടേമിൽ തന്നെ നമുക്കറിയാം അതിന്റെ മീനിങ് എന്താണ്, കൺഫ്യൂസിങ് അല്ലേ. അതായത് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന സിഫർ ടെക്സ്റ്റിൽ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ഒരു ക്ലൂ ഉണ്ടായിരിക്കരുത്. ഓക്കെ, ആ ഒരു ടെക്നിക്കാണെന്ന് പറയുന്നത് കൺഫ്യൂഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ ടെക്നിക് ensure that the ciphertext gives no clues about the plain text. For example, your plain text is ABC, then ciphertext is XYZ. Okay, so ഈ ഒരു ciphertext കിട്ടിയാൽ plain text ഒരു ക്ലൂ ഇതിലില്ല, ഒരു ലെറ്റേഴ്സും ഇവിടെ ഇല്ല. ഓക്കെ, ഇതാണ് കൺഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു മെത്തേഡ് നമ്മൾ ബ്ലോക്ക് സിഫറിലും സ്ട്രീം സിഫറിലും യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഓരോ ലെറ്ററിനും നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. സപ്പോസ് ഇതാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇവിടെ എന്താണ്, എനെ ഞാൻ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, ബിനെ വൈ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, ആൻഡ് സിയുടെ സെഡ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഒരു അറ്റാക്കർക്ക് XYZ ഈ ഒരു സിഫർ ടെക്സ്റ്റ് കിട്ടിയാൽ പ്ലെയിൻ ടെക്സ്റ്റിൽ യാതൊരു ക്ലൂ ഇല്ല. ഓക്കെ, ദെൻ diffusion. Diffusion means increase the redundancy of the plain text by spreading it across rows and columns. അതായത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിന്റെ റിഡൻഡൻസി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. നമുക്കറിയാം പ്ലെയിൻ ടെക്സ്റ്റ് എന്താണ്, അതിന്റെ ബിറ്റ് പൊസിഷൻ ഒന്ന് ഇന്റർചേഞ്ച് ഒക്കെ ചെയ്യാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ദെൻ ഇതിനെ പ്രോസസ് ചെയ്യുമ്പോൾ അറ്റാക്കർക്ക് എനിക്ക് സിഫർ ടെക്സ്റ്റ് കിട്ടിയാലും ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, and it is used in block cipher method. ഇത് യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് സിഫർ മെത്തേഡിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ബ്ലോക്ക് സിഫർ മെത്തേഡിൽ മാത്രം യൂസ് ചെയ്യുന്നത്? ബ്ലോക്ക് സിഫർ മെത്തേഡിൽ എന്തായിരിക്കും, നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബിറ്റ്സിനെ നമുക്ക് എന്താ റീഅറേഞ്ച് ചെയ്യാം, റോ വൈസ് അല്ലെങ്കിൽ കോളം വൈസ് ഒക്കെ എന്താണ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ,
അതുകൊണ്ടാണ് ഇത് ബ്ലോക്ക് സിഫർ മെത്തേഡിൽ മാത്രം യൂസ് ചെയ്യുന്നത്. സ്ട്രീം സിഫർ മെത്തേഡിൽ എന്താണ് അറ്റ് എ ടൈം 1 ബിറ്റ് ആയിരിക്കും സിഫറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ റീഅറേഞ്ച്മെന്റ് ഒന്നും നടക്കില്ല. ഓക്കെ, then it is achieved by permutation techniques. Okay ആണോ? കൺഫ്യൂഷൻ ആൻഡ് ഡിഫ്യൂഷൻ. ക്ലിയർ ആണോ? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് STS ഡിസ്കസ് ചെയ്തു, ദെൻ ഫീസ്റ്റൽ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തു. ഈ 2 ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെ ക്ലിയർ ആണോ? ഫീസ്റ്റൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പഠിക്കുന്ന നിങ്ങൾ എല്ലാ അൽഗോരിതം DS പഠിക്കും, ഐഡിയ പഠിക്കും. ഇതൊക്കെ എന്താണ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ റൗണ്ട്സും പെർഫോം ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ SPS പഠിച്ചു, അതിലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ DS അൽഗോരിതം എന്താ നോക്കാം. നൗ അറ്റൻഡൻസ് പ്ലീസ്.